നീ നോക്കിക്കേ എന്തോരം പൂവായി നിൽക്കുന്നതെന്ന്. ഇത് ഒരു കെയറും ഇല്ലാതെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന 10 മണിയാണ് കേട്ടോ. നമ്മളങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല, പക്ഷേ ഒരുപാട് പൂക്കൾ ഇതാ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണെങ്കിൽ ആ മുളകിൻ്റെ ആ പോട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ചിലപ്പോൾ അതിനൊഴിച്ചു കൊടുക്കുന്ന വളങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും തഴച്ച് വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ടെറസിൻ്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ ആര് കാണാനാണ്? അപ്പം ഞാൻ ഓർത്തത് താഴത്ത് കൊണ്ടുപോയി വെച്ചാലേ 4 ആൾ കാണുള്ളൂ. എന്നാൽ പിന്നെ അതിൻ്റെ തണ്ട് 2 ഓടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മൂടോടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാടി പോകാനും ചാൻസ്. പക്ഷേ തണ്ടിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ അറ്റത്ത് ഇതേപോലെ മുട്ടുണ്ട്. നാളത്തേക്ക് വിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മുട്ടുകളാണ് കേട്ടോ. അപ്പോൾ അത് പറിക്കാനായിട്ടൊരു മടി. പക്ഷെ കുറേ തപ്പിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ള തണ്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ അവസാനം മുട്ടുള്ള തണ്ട് തന്നെ പറിച്ചെടുത്തു. എന്തായാലും കുഴപ്പമില്ല, താഴത്ത് കൊണ്ട് വെക്കുമ്പോൾ അത് വിരിഞ്ഞ് വരുമല്ലോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ താഴെ നിൽക്കുന്ന 10 മണി എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മെയിൻ വില്ലൻ താണ്ട് ഈ ഒരു ചെടിയാണ്. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. മിക്ക ചട്ടികളിൽ ഇതേപോലെ പിടിച്ച് നിൽപ്പുണ്ട്. വലിയ ശല്യമാണെന്നേ. പിന്നെ ഞാനത് മാറ്റാനായിട്ട് ഒരു പോട്ടിൽ നോക്കിയപ്പോഴാണ് അത് നന്നായിട്ട് അത്യാവശ്യം മണ്ണൊക്കെ ഉറച്ച് നിൽക്കുന്ന കണ്ടത്. പിന്നെ അത് ഞാൻ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് മണ്ണൊക്കെ കുത്തി ഇളക്കി ഇതേപോലെ ഞാൻ നട്ടുവെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതായാലും വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം എടുത്ത് ഞാൻ സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് 2-3 കൂടെ ഒന്ന് കൊണ്ട് നട്ട് വെക്കാൻ മേലായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും ഈ 3 ഒന്ന് വളർന്നു വരട്ടെ അല്ലേ.